ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ദ തിങ്ങേഴ്സ്, ഞാൻ ഒരു സാരി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അമാര സാരി ഹൗസ്. ഓൾമോസ്റ്റ് ഒരു 3 months ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മുടെ വിഷു കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇത്രയും കാലം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ മാത്രമേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഷൂട്ടിലാണ്. അപ്പോൾ ഐ തോട്ട് ഐ റെക്കോർഡ് ഓൾ ഓഫ് ദീസ് തിങ്സ്. അപ്പം ഷൂട്ട് ചെയ്യാൻ വരുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഒരു വർക്ക് പാർട്ട്ണറാണ്, ശ്രേയസ്. അപ്പം നമുക്ക് ഷൂട്ടും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. ഓക്കെ ഓക്കെ അപ്പോൾ അവരിനിയും എത്തിയിട്ടില്ല, നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ്. അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവാം. ഓക്കെ, വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഒരു മെന വേണമല്ലോ അല്ലേ. ഞാൻ ആക്ച്വലി ഒരു 2 years ഇങ്ങനെ ഒരു സാരി ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. എന്നിട്ടൊരു 1 year ബാക്ക് മുതൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ മാനുഫാക്ചേഴ്സിനെ നോക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക എല്ലാം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുക അല്ലാണ്ട് ഞാനൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഓൾ ഓഫ് എ സഡനാ ലൈക്ക് ഈ ഒരു ഏപ്രിലിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേജ് ഇൻസ്റ്റയിൽ അങ്ങോട്ടൊരു ലോഗോ ഉണ്ടാക്കി ഒരു പേജ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വിചാരിച്ചതിനെ കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്താൽ മതി. ഇപ്പം ഞാൻ അന്ന് ആ ഒരു ഏപ്രിലിൽ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഐ എം ഗ്ലാഡ് ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തു. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ടായി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെ ഫൈനലി നമ്മളൊരു 3 months കഴിഞ്ഞു. നോക്കാം, ഫസ്റ്റ് വീഡിയോസൊക്കെ ഭയങ്കരം ഒരു ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടില്ല, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങണം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. സോ നമുക്ക് നോക്കാം എങ്ങനെ വരും എൻ്റെ ഈ ഒരു ജേർണിയിൽ. ഐ ഡോണ്ട് നോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ ഭയങ്കര ലൈക്ക് സോ ഫാർ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് വാട്ട് എവർ ഹാപ്പൻഡ് ഈ ബിസിനസ്സിൽ. നമുക്ക് എന്താ പറയണത് എനിക്ക് ആക്ച്വലി അറിയില്ല. ലൈക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ പീപ്പിൾ ദാറ്റ് ഹാവ് സ്റ്റുഡ് വിത്ത് മീ. എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ലൈക്ക് കേട്ടാ വിചാരിക്കും ഞാൻ ഭയങ്കര ബിസിനസ്സുകാരിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അല്ല, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ലൈക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ വിട്, നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് എന്തെങ്കിലും ഇടണ്ടേ, കണ്ണ് എഴുതി കളയാം, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ലൈക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വെച്ചാൽ നമുക്കത് വരും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് അത് വരും. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വെക്കണം. ഓക്കെ, നമുക്ക് കണ്ണെഴുതാം. സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ മേലെയും താഴെയും ഒക്കെ ഇങ്ങനെ കണ്ണെഴുതി സെറ്റായിട്ടൊക്കെ ആയിരുന്നു പോക്ക്. പിന്നെ കോളേജിൽ എത്തുമ്പോൾ ഞാൻ ഐ എം എ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം മേക്കപ്പ് ഇട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ കണ്ണുപോലും എഴുതില്ല, പൊട്ടുപോലും തൊടലില്ല, അങ്ങനെയായിരുന്നു. ഇവിടെ പോവും, പഠിക്കും, ലാബിൽ നമുക്ക് കുറേ വർക്ക് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ മേക്കപ്പ് ഇട്ട് പോകാനൊന്നും തോന്നില്ല. ഒരു മിനിറ്റ്, കോൾ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കി വീഡിയോ ലൈക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ നമ്മൾ റൂമിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ വേഗം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമിലുള്ള പരിപാടികളും
പിന്നെ ഫോട്ടോസ് എടുക്കലൊക്കെ വേഗം തന്നെ തീർക്കാമെന്ന് വിചാരിച്ച്. ലൈക്ക് കംപ്ലീറ്റ് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 12 ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. സോ ഹായ്, ഐ എം ബാക്ക്. അത് ആക്ച്വലി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തു. ഇനി ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാം. മേക്കപ്പ് ഇതാ ഈ സാധനമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി റെഡിയായി സെറ്റായി കാണാം. ഞാൻ ഈ ഒരു സാരി വരുന്നത് കേട്ടോ. ഇത് ആക്ച്വലി കുറേ കാലമായിട്ട് ട്രെൻഡിങ്ങിലുള്ളൊരു സാരിയാണ്. നമ്മളെ സമ്പ്രദാസനിൽ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്ന സാരിയാണ്. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം. ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സാരി എടുത്ത് കഴിഞ്ഞു. ഫുള്ള് കണ്ടേ അല്ലേ? അപ്പോൾ ഞാൻ റെഡിയാവുന്ന ആ ഗ്യാപ്പിൽ ഇവർ വേഗം റൂമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ആ വാളിലൊക്കെ കേർട്ടനൊക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലെ കുറേ ഫോട്ടോസിൻ്റെ റെഫറൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മളിതൊക്കെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ലൈക്ക് വേഗം ഒന്ന് ഷടപടയെന്ന് ചെയ്യാനേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഹലോ ഗൈസ്, ഐ എം ബാക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് സാരീസിൻ്റെ നമ്മൾ ഫോട്ടോ ഷൂട്ടിങ്ങും പിന്നെ വീഡിയോസ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് സാരീസ് നമുക്ക് എടുക്കണം. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 3:30 3:45 ഒക്കെ ആയി. ലഞ്ച് കഴിച്ചില്ല. വേഗം ഇത് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സാരീൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ളത് ശ്രേയസും സൗരവും ആയിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ റീൽസൊക്കെ ആയിട്ട് ശ്രേയസ് എനിക്ക് നാളെ അയച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇനിയിപ്പോൾ ഓരോ വീഡിയോസും ഫോട്ടോസും നമുക്ക് കാണാം. ഓക്കെ, അതുവരെ ബൈ.